ജാക്കി വെച്ച പോലെയാണ്. ഇതിന്റെ മുകളിൽ ഇതുപോലുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇങ്ങനെ നിറച്ചതാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുവണ്ണൂരാണ്. കേരള സർക്കാരിന്റെ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന കോഴിക്കോട് ടൗണില് ചെറുവണ്ണൂർ വരുന്ന ഒരു മേൽപ്പാലത്തിന്റെ വർക്കിന്റെ കാഴ്ചകളും അതിന്റെ ഭാഗത്തൊക്കെ വരുന്ന റോഡിന്റെ വർക്കുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഫറൂഖ് പാലം കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ കടന്നു വരുമ്പോഴാണ് ഈ പാലത്തിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുള്ളത്. ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ, അതിന്റെ മുൻഭാഗത്ത് വരുന്ന റോഡിന്റെ വർക്കുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ നമുക്ക് ബോർഡിൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിർമ്മാണ സ്ഥലത്ത് ഉള്ള ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. ഇവിടെ കാണാം ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന കടകളൊക്കെ പൊളിച്ചു മാറ്റി റോഡിനൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. 2 ഡ്രെയിനേജ് ആയിട്ടാണ്. ഒരെണ്ണം തോന്നുന്ന കറണ്ടിന്റെ വയറുകളൊക്കെ പോവാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് കോഴിക്കോട് ടൗണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള പാലത്തിന്റെ വർക്ക്, ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കാം. ഏകദേശം 20 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ. അപ്പോൾ അതിന് ശേഷമുള്ള പുതിയ മാറ്റങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പം നമ്മുടെ കോഴിക്കോട് ഇനി വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൽ ഇപ്പോൾ തട്ടുകടകളൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ ഡിസൈനിലുള്ള തട്ടുകടകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത് കോഴിക്കോട്. റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഇതുവഴിയുള്ള യാത്ര കുറച്ച് പ്രയാസമൊക്കെയാണ്. എല്ലാ സമയത്തും ഇതുപോലെയുള്ള ലോറിയിൽ വെള്ളം കൊടുന്നിട്ട് റോട്ടിലിങ്ങനെ തെളിക്കുന്നുണ്ട്. ഇവിടെയുള്ള പൊടിപടലങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ട് കാണാം. വളരെ പതുക്കെയാണ് വാഹനങ്ങൾ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നത്. ഫറൂഖ് പാലത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്തുള്ള പില്ലറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് തുടക്കമിട്ടിട്ടുണ്ട്. ഫൗണ്ടേഷന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പില്ലർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഡ്രെയിനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഡ്രെയിനേജിന്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്ക് മണ്ണ് നീക്കി കൊടുക്കുന്ന ഒരു വർക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി ഈ ഭാഗത്തൊക്കെ ഉള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള പോസ്റ്റുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇവിടെ വേറൊരു ടെസ്റ്റിംഗ് കാണാൻ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ കാണുന്നതാണ് പൈലിംഗ് കേപ്പ് പൊട്ടിച്ചതിന് ശേഷം പൈലിങ്ങിന്റെ കഴിഞ്ഞ ഭാഗത്ത് വെയിറ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഇങ്ങനെ അധിക ഭാഗത്തും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ NH66 വർക്കിലൊന്നും ഇങ്ങനെ പൈലിംഗ് കേപ്പ് പൊട്ടിച്ച് അതിന്റെ മുകളിൽ വെയിറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ വെയിറ്റ് എത്ര വരും എന്നുള്ളതാണ് ഈ പില്ലറിൽ, അതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. കാണാം നമുക്ക് ഇതിന്റെ അടിഭാഗത്ത് ജാക്കി പോലെ കൊടുത്ത ഒരു ഭാഗമൊക്കെ അതിന്റെ വർക്കുകൾ കാണാം. പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെയാണ് അത് കൊടുത്തിട്ടുള്ള ഒരു ജാക്കി പോലെ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ല, സെന്റർ ഭാഗത്ത് ഒരു ജാക്കി വെച്ച പോലെയാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇതുപോലുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇങ്ങനെ നിറച്ചതാണ്. എന്നിട്ട് പാലത്തിന്റെ വെയിറ്റ് ടെസ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് പാലത്തിന്റെ വെയിറ്റ് എത്രത്തോളം വരും എന്നൊക്കെയുള്ള ടെസ്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് എന്തൊക്കെയാണ് വർക്കുകൾ ഇനി ഉള്ളത്, പില്ലറിന്റെ വർക്ക് എവിടെ എത്തി എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. നമുക്ക് കാണാം ഒരു പില്ലർ ക്യാപ്പ് ഒക്കെ പൊട്ടിച്ചെടുത്തത്. ഇതുപോലുള്ള ഭാഗത്താണ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഫൗണ്ടേഷന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടിന് ശേഷം അത് പില്ലറിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ പൊക്കിയിട്ടിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ബോക്സ് ടൈപ്പിലാണ് ഇവിടെ പില്ലർ വരുന്നത് തോന്നുന്നത്. കാണാം നമുക്ക് ഇതിന് ഉള്ള രീതിയിലേക്കുള്ള ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം എങ്ങനെയാണ് കറക്റ്റ് ഇവിടെ പില്ലറിന്റെ വർക്ക് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് ടൈപ്പ് ആണെങ്കിലും ഇവിടെ ചെറിയ ഒരു കോർണറിൽ ഒരു റൗണ്ട് ആയിട്ട് വരുന്ന ഒരു ഡിസൈനിലാണ് ഇവിടെയുള്ള തൂണ് വരുന്നത്.
അപ്പോൾ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പില്ലറിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ചെറുവണ്ണൂർ ഒരു ടൗണിലാണ് വരുന്നത്. ഫ്ലൈ ഓവർ ഫറൂഖ് ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡാണ് അത്. ഇവിടെ സർവീസ് റോഡിന്റെ നിർമ്മാണം കഴിയാത്തതുകൊണ്ട് വാഹനങ്ങൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. ചാടിയൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത് പതുക്കെ. ഇവിടെ കാണാൻ നമുക്ക് കടകളൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. റോഡിന് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ഇനി ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ വരാനുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ. ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പൈലിംഗ് നടക്കുന്ന വർക്കുകൾ കാണാം നമുക്ക് ഇവിടെ. ഇതാണ് ചെറുവണ്ണൂർ VC റോഡ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ തുടക്കം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് വർക്കുകളൊക്കെ വരാനുണ്ട്. ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ആളുകൾക്ക് വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള റോഡിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. അപ്പോൾ കുളത്തറ ഭാഗങ്ങളിലേക്ക് കുന്നത്തുപാലം ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ് അത്. ആ ഭാഗത്തേക്ക് നേരത്തെ തന്നെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ വർക്കുകൾ ഇവിടെ തുടക്കമിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഡ്രൈനേജ് മൂടാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ അതുവഴിയാണ് പോകുന്നത്. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ടൗൺ ഭാഗങ്ങളിലേക്ക്, നമ്മുടെ മീൻചന്ത ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ അതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. കാണാൻ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട്. വർക്ക് നടക്കുന്നതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ. താൽക്കാലിക റോഡാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ താഴ്ഭാഗം ക്ലിയർ ചെയ്തതിന് മുകൾ ഭാഗം അത്ര ഫിനിഷിംഗ് ഒന്നും കാണുന്നില്ല. റോഡ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടെ ടാറിംഗ് ഒക്കെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ ഇവിടുത്തെ കുറച്ച് ദിവസം കൊണ്ട് ഈ ഭാഗം തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെയാണ് പില്ലറിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത്. അത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൈലിംഗ് നടക്കുന്നതിന് മുന്നോടിയായി ഈ ഭാഗത്തുള്ള റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്. കണ്ടില്ലേ, ഇതുപോലുള്ള കോൺക്രീറ്റ് കട്ടകളാണ് അവിടെ പൈലിംഗ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സെൻറ്റർ ഭാഗം ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പുറത്തുള്ള സൈഡിലുള്ള ഒരു ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുന്ന് കുറച്ച് വാഹനങ്ങൾ ഇതുവഴിയും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത ദിവസത്തിനുള്ളിൽ ഈ ഭാഗം തുറന്നു കൊടുക്കുന്നതായിരിക്കും. അതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് പൈലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സ്ലാബ് വരാനുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് ടൗണിൽ കുറച്ച് വികസനങ്ങൾ കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേഷൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയി വരുന്നുണ്ട്. ടൗണുകൾ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാളയം മാർക്കറ്റിൻ്റെ വികസനം നടക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബീച്ചിൽ തട്ടുകടകൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കാണിക്കാൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ. അങ്ങനെയുള്ള പല പല പദ്ധതികൾ ടൗണിൻ്റെ ഭാഗങ്ങളിൽ കൂടുതൽ നവീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇവിടേക്ക് വരുമ്പോൾ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രയും ഭാഗത്തേക്ക് ടാറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മെറ്റൽ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഈ സ്ഥലം വരെയാണ്, ഈ ഭാഗം വരെയാണ് ഈ ഫ്ലൈ ഓവർ വരുന്നത്. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഭാഗത്ത് വരുന്ന സർവീസ് റോഡിൻ്റെ ഭാഗങ്ങൾ. ഇവിടെയും ഇങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് ടൗണിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതും ഇഞ്ചന്ത ഭാഗത്തേക്കൊക്കെ പോകുന്നതും ഇതുവഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്താണ് കണ്ടത്. ആ ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് തുറന്നു കൊടുത്താൽ ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ നിൽക്കും. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ബ്ലോക്ക് ഒഴിവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊരു ജംഗ്ഷൻ, എന്തൊക്കെയോ വർക്ക് ഇവിടെ വരുന്നുണ്ട് ജംഗ്ഷൻ്റെ ഭാഗത്ത്. ഇവിടെ ഏതാ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇതൊരു വലിയൊരു ജംഗ്ഷനായി മാറാൻ പോവുകയാണ്. കൊളത്തറ കുന്നത്തുപാലം മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡിന്റെ ഭാഗമാണ്. ഈ ഭാഗമൊക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള മാറ്റം, സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഒരു ഫസ്റ്റ് കോട്ട് ടാറിങ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയാണ് കമ്പനീൻ്റെ കമ്പിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബെൻഡിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗം. ഈ ഭാഗത്ത് ചെറിയൊരു ഭാഗമാണ്. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ കാണാം വർക്കിൻ്റെ ഈ ഭാഗത്ത് കാണാം നമുക്ക് ഫില്ലർ വർക്ക് നടക്കുന്നത്. വളരെ ശ്രദ്ധയോടെയാണ് ഈ വർക്കേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗം കൂടെയാണ്, അതുകൊണ്ട് നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കമ്പനി നമ്മുടെ ഊരാളുങ്ങൽ സൊസൈറ്റി കോർപ്പറേറ്റ് ലിമിറ്റഡ് ആണ്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി തന്നെയാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം.